യഥാർത്ഥത്തിൽ കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന VD സതീശനും കൂട്ടരും രാഹുൽ നിയമസഭയിൽ വരുന്നതിനെ എതിർക്കുന്നത് എന്തിനാണ്? ഇത്രയുടെ ചർച്ചയുടെ ആവശ്യം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആകെ VD സതീശൻ കൊടുത്തിരിക്കുന്ന കത്ത് നിയമസഭാ സ്പീക്കർക്ക് കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നിരയിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണം, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ AN ഷംസീർ ഇപ്പോൾ കത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു എന്നുള്ളതും രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നിരയിൽ തന്നെയുള്ള മറ്റൊരു ബ്ലോക്കാണ് രാഹുലിന് കൊടുക്കുന്നത്. അവിടെ സഭയിൽ വരുന്നതിന് തടസ്സമില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നതിന് എന്തിനാണ് മാധ്യമങ്ങൾ എതിർക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരട്ടെ. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആര് പ്രതിരോധത്തിലാകും എന്നുള്ളതാണ്. ഭരണപക്ഷത്തിനെതിരെ ഉയർത്താൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ട്. പ്രതിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു. പിന്നെ അയാളെ എന്ത് പറഞ്ഞാലും, അയാളെ ചൂണ്ടി എന്ത് പറഞ്ഞാലും അത് VD സതീശനും ടീമിനും ബാധകമല്ലല്ലോ. VD സതീശനും ടീമും അതെന്തിനാണ് ഏറ്റെടുക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന്, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളാണ് എന്നത് ആർജവത്തോടെ നിയമസഭയിൽ പറയണം. സഭാരേഖയുടെ ഭാഗമാകട്ടെ. സഭയിൽ പറയുന്നത് അത് ചോദ്യോത്തര വേളയിലാണ് ഉയരുന്നതെങ്കിൽ 9:30 വരെ തത്സമയ സംപ്രേഷണമുണ്ട്, അത് കഴിഞ്ഞ് ഡെഫേർഡ് സംപ്രേഷണമുണ്ട്. നമുക്കൊക്കെ അടക്കം മാധ്യമങ്ങൾക്ക് കൊടുക്കാമല്ലോ സഭയിൽ നടക്കുന്നത് എന്താണെന്ന്. കേരളം കാണട്ടെ. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA-ക്കെതിരെ ഉയർന്ന ആരോപണത്തെ എങ്ങനെയാണ് ഭരണപക്ഷം നേരിടുന്നത് എന്നത് കേരളം കാണാൻ കാത്തിരിക്കുകയാണ്. അല്ല എങ്കിൽ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടി വരും.